15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്. ഫെബ്രുവരിയിൽ ഒരു ക്യാരക്ടർ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ മുതലുള്ള നമ്മുടെ കാത്തിരിപ്പ് കളങ്കാവൽ. നമ്മൾ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും അപ്പൊ വിനായകൻ ചേട്ടന്റെ ഇതിനകത്ത് ആയിരിക്കും. സ്വിമ്മിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓടിക്കൊണ്ടു യശോദേ എന്താണ് തിയേറ്റർ കത്തിക്കാൻ അല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ വളരെ ലളിതമായ ഒരു കാര്യം പറഞ്ഞതാണ്. മമ്മൂക്ക ഈ ഒരു വേഷം ചോദിച്ചു വാങ്ങിയതാണെന്ന് നമ്മൾ അറിഞ്ഞു. സാറും കൂടെ വേണോ ട്രെയിലർ കണ്ടിട്ട് ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ഒരു ഹിന്റ് പോലും തരാത്ത ഒരു ട്രെയിലർ കട്ടാണ്. അല്ല, അത് MG റോഡിൽ ചെറിയൊരു ആക്സിഡന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനിത് പറയില്ല. അദ്ദേഹത്തിന് വിഷമം, അതുകൊണ്ട് പോലീസിലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് റിയാലിറ്റിയെ പറ്റി നമുക്ക് ആർക്കും പറഞ്ഞൂടാ. ഞാൻ അന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്, പിന്നെ ഓപ്പോസിറ്റ് നിന്ന് അഭിനയിക്കുന്നവർ ഭയങ്കര ടെൻഷൻ ആയിരിക്കില്ലേ. ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദി ഷോ. ഇറ്റ്സ് മീ കാജൽ റിഷാദ്. ഫെബ്രുവരിയിൽ ഒരു ക്യാരക്ടർ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ മുതലുള്ള നമ്മുടെ കാത്തിരിപ്പ് കളങ്കാവൽ അറ്റ് ലാസ്റ്റ് ഡിസംബർ 5-ാം തീയതി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ടീം കളങ്കാവൽ തന്നെയാണ്. വെൽക്കം ടു ദി ഷോ. അപ്പോൾ കളങ്കാവൽ, നമ്മുടെ മമ്മൂക്ക നെഗറ്റീവ് ഷെയ്ഡിൽ വന്നിരിക്കുന്ന എല്ലാ പടങ്ങളും തന്നെ ഒരു ക്ലാസിക് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ കളങ്കാവലിലും നമ്മൾ മമ്മൂക്കേനെ ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ് കാണാൻ പോകുന്നത്. അത്തരത്തിലേക്ക് എത്തിപ്പെടാൻ പോകുന്നൊരു പടമായിട്ട് സാറിന് തോന്നുന്നുണ്ടോ? മമ്മൂക്ക അങ്ങനെ പ്രോപ്പർ പിന്നെ ആന്റഗോണിസ്റ്റ് ആണെന്ന് നമ്മൾ എങ്ങും പറഞ്ഞിട്ടില്ല. അത് ഒരു സ്പെക്കുലേഷൻ ആണ്. പിന്നെ കുറച്ച് അങ്ങനെ പക്ക ഒരു പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറയാനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു കുറെ ഷെയ്ഡ്സ് ഉള്ള ഒരു കഥാപാത്രമാണ്. പിന്നെ അദ്ദേഹത്തിന് മാത്രം പറ്റുന്നു എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള പെർഫോമൻസുകൾ തുടർച്ചയായിട്ട് അദ്ദേഹം ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേസിലൂടെയാണ് അദ്ദേഹം ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഘടകങ്ങൾക്ക് അപ്പുറത്തേക്ക് അതിന്റെ ഒരു തുടർച്ച ഇതിലും ഉണ്ടാകും എന്നൊരു ആത്മവിശ്വാസം ഞങ്ങൾക്കും ഉണ്ട്. നിങ്ങൾ മൂന്നുപേരും എന്താണ് ക്യാരക്ടേഴ്സ്? റിവീൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണോ അതോ സ്പോയിലർ ആണെങ്കിൽ എനിക്കറിയില്ല. ദീപ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ദീപ. ഷൈനി എന്നാണ്. ഷൈനി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഓക്കെ. ഇല്ലൊക്കെ ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ചായി. അല്ല, പിന്നെ നമ്മുടെ ഡേയ്സ് നമുക്ക് അങ്ങനെ പോരട്ടെ. എത്ര ദിവസം ഉണ്ടായിരുന്നു? ഇതിപ്പോ എത്രാമത്തെ ഇന്റർവ്യൂ? അതായത് കഴിഞ്ഞ ഇന്റർവ്യൂവിന്റെ ബാക്കിയാണ്. അതുകൊണ്ട് ചിരിച്ചു വരും. എനിക്ക് 4 ദിവസമല്ലേ, 4-5 ദിവസത്തെ അഭിനയിച്ചിട്ടേ. ഷൈനി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഒരു മോളുണ്ട്, ഒരു ചെറിയ മോളുണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ചേട്ടന്റെയോ? എന്റെ ക്യാരക്ടറിന് അങ്ങനെ ഒരു പേര് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. മറന്നു വേണ്ട. സമയത്ത് പറയണ്ടാവും. ക്യാരക്ടർ റിവീൽ ചെയ്യാൻ പറ്റൂല പറയാൻ പോലെ. ആനന്ദ് എന്നാണ് ക്യാരക്ടറിന്റെ. ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ അഭിനയിച്ച ആളാണ്. അതും ഓർമ്മയും തമ്മിൽ ഒരു ബന്ധമില്ല. അപ്പം പറഞ്ഞു വന്ന പോലെ ഇതില് മമ്മൂക്ക ഇസ് ദ വില്ലൻ എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ട്രെയിലർ കണ്ടിട്ട് ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ഒരു ഹിന്റ് പോലും തരാത്ത ഒരു ട്രെയിലർ കട്ടാണ്. അത് എഡിറ്ററുടെ പ്രശ്നമാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എഡിറ്റ് ചെയ്താലുള്ള വിഷയമാണ്. അല്ല, ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് മമ്മൂക്ക വില്ലനും വിനായകൻ ഹീറോ ആയിട്ടാണ്. അങ്ങനെ അങ്ങ് വിചാരിക്കാം. പോലും മനസ്സിലായിട്ടില്ല. എന്നിട്ട് മമ്മൂക്കേനെ ലാസ്റ്റ് ജസ്റ്റ് കൊണ്ടുവന്ന് കാണിച്ചിരിക്കുന്നു. അല്ല, ഇതൊരു ക്രൈം ഡ്രാമ, ക്രൈം ത്രില്ലർ ഇങ്ങനെയുള്ള സ്വഭാവമാണ് ഈ സിനിമ ക്യാരി ചെയ്യുന്നത്. അതിന്റെ ജോണർ പരിപാടികൾ. അപ്പൊ അങ്ങനെയുള്ള സിനിമയൊക്കെ നമുക്കറിയാം. അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത കുറച്ച് സർപ്രൈസ് എലമെന്റ്സ് ഒക്കെ വരും. എന്നാലേ ആ
ജോണറിൽ അങ്ങ് നിൽക്കാൻ പറ്റത്തുള്ളൂ. അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ മമ്മൂക്കയുടെ കഥാപാത്രത്തെ പറ്റിയും ഇതുപോലെ ഒരുപാട് സ്പെക്കുലേഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ പിന്നെ അതിനെല്ലാം അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഇതെല്ലാം ഏറെ നിപ്പുണ്ട് എന്നുള്ള കാര്യം ഏറ്റവും നന്നായിട്ട് അറിയാവുന്നവരാണ് ഞങ്ങൾ. അപ്പം അതിൽ നമുക്ക് പിന്നെ ഈ പ്രത്യേകതകൾ കാരണം നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ റിവീൽ ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ട്രെയിലറിൽ വളരെ കുറച്ചേ അദ്ദേഹത്തെ കാണിച്ചിട്ടുള്ളൂ. അതിന്റെ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് പരിമിതികളുണ്ട്. പിന്നെ പരിമിതികൾക്കപ്പുറം നമ്മളിങ്ങനെ കാണിച്ചാൽ മതി, ഇത്രയും കൊടുത്താൽ മതി എന്നുള്ള ഒരു തീരുമാനം കൂടെ അതിന്റെ പുറത്തുണ്ട്. കൊടുത്താൽ മതി, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ശ്രുതി ചേച്ചി എന്തുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു സ്റ്റോറി കേട്ട് കഴിഞ്ഞപ്പം ഓക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് എന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? സ്റ്റോറി കേട്ടുകൊണ്ട് തന്നെയാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഓഫ് കോഴ്സ് കാസ്റ്റ് ആൻഡ് ക്രൂ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് തന്നെയാണ്. അത് എടുത്ത് പറയേണ്ട ആവശ്യം പോലും ഇല്ല എന്ന് തോന്നുന്നു. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യാൻ ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു എന്ന് എനിക്ക് തോന്നി. എനിക്ക് കഥ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആൻഡ് ഞാൻ ഇതുവരെയ്ക്കും മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടില്ല. So that was also a huge positive. Okay. അമ്മേ മൂകാംബികയെ ഇപ്പൊ സീരിയലിൽ നിന്ന്, അതായത് മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ മമ്മൂക്കയുടെ കൂടെ രണ്ടാമത്തെ ഫിലിം അല്ലേ? അപ്പം ശരിക്കും ഞങ്ങളൊക്കെ ഭയങ്കര ഗൂസ് ബംസോട് കൂടിയിട്ട് കണ്ട ഒരു മൂവിയാണ് 1 ചേച്ചിയുടെ ക്യാരക്ടർ. അതായത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പോലീസ് സ്റ്റേഷൻ സീൻ. എന്താണ് മമ്മൂക്കായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറഞ്ഞത്? നമ്മൾ ഷോട്ടിന് മുമ്പൊക്കെ നമുക്കൊരു തോട്ട് ഉണ്ടാവും, ഓക്കെ മമ്മൂക്കയുടെ കൂടെയാണ് ചെയ്യുന്നത്. കാരണം 1 എനിക്ക് ടെൻഷനില്ല, സീനിൽ ഒരുമിച്ചുണ്ടെന്നേ ഉള്ളൂ. ഓപ്പോസിറ്റ് അപ്പം ഞാൻ അന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ഓപ്പോസിറ്റ് നിന്ന് അഭിനയിക്കുന്നവർ ഭയങ്കര ടെൻഷനായിരിക്കില്ലേ അദ്ദേഹത്തിൻ്റെ കൂടെ. നമുക്ക് അദ്ദേഹം സെറ്റിലേക്ക് വരുമ്പോൾ തന്നെ ഉള്ളൊരു ഓറയുണ്ടല്ലോ, എല്ലാവരും ഭയങ്കര പിൻ ഡ്രോപ്പ് സൈലൻസ് ആവും അങ്ങനെയൊക്കെ. അപ്പം നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് നിന്ന് അഭിനയിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. പക്ഷെ അതൊന്നുമല്ല, അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലായിരുന്നു. നമുക്ക് ഒരിക്കലും ഇതുപോലൊരു ആക്ടറാണ് നമ്മുടെ കൂടെ അഭിനയിക്കുന്നത് എന്നൊരു ചിന്ത നമുക്ക് വരില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലേ വരില്ല. അപ്പം കംപ്ലീറ്റ്ലി ആ ക്യാരക്ടറായി നിന്നുകൊണ്ട് നമ്മളെ വളരെ കംഫർട്ടബിൾ ആക്കിക്കൊണ്ടാണ് അദ്ദേഹം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുക. ജിഞ്ചേട്ടാ, കുട്ടൻപിള്ള ടോക്സ് അതിൽ നിന്നും സിനിമയിലേക്ക് എത്തിയ ഒരാളാണ്. ഇപ്പോൾ നേഴ്സറി കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് അതിൽ നിന്നും കുറച്ചുകൂടി ഫെയിമിലേക്കായി ജിംചേട്ടൻ്റെ ഒരു ഫേസ്. നല്ല രീതിയിലായി. സത്യമായിട്ടും. കാരണം ഞാൻ കുട്ടൻപിള്ള സീരീസിൽ കണ്ടിരിക്കുന്ന ഒരാളാണ്. കാരണം എൻ്റെ ഫാദർ പോലീസാണ്. അപ്പം റൈറ്ററുടെ ഫാദർ പോലീസാണ് സീരിയസ്ലി. ജിഷ്ണുവിന്റെ പുള്ളി പോലീസ് സംഭവങ്ങളൊക്കെ മെയിനായിട്ട് അദ്ദേഹത്തിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ കണ്ടേക്കുന്ന ഒരാളാണ് ചേട്ടൻ. അപ്പം അതിൽ നിന്നും ഇപ്പോ സിനിമയിൽ എത്തി നിൽക്കുമ്പോൾ ആ യാത്രനെ എങ്ങനെയാ ചേട്ടൻ നോക്കി കാണുന്നത്? ഞാൻ ഇടയ്ക്ക് ഡയറക്ടർ എപ്പോഴും പലരെയും നിന്റെ കുട്ടമ്പിളയോട് പോയി പറയണമെന്ന് പലരും പറയിട്ടുണ്ട്. അത് ഏത് കുട്ടമ്പിളയായിരുന്നു എന്നാ? ഓക്കെ, പക്ഷെ പലപ്പോഴും ഞാൻ കാഴ്ചക്കാരനും കേൾക്കാനായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ ഓക്കെ എന്നാ ഓക്കെ, കുഴപ്പമില്ല. ചേട്ടൻ ശരിക്കും പോലീസല്ലേ? അത് അദ്ദേഹത്തിന്റെ രീതികൾ പറഞ്ഞു തുടങ്ങിയത് പഴയതിനേക്കാൾ നിങ്ങൾ ഫെയിം ആയി എന്നൊക്കെയാണ്. എന്നിട്ട് വിളിച്ചിരുത്തിട്ട് എന്താണ് സംസാരിക്കുന്നത്? അദ്ദേഹം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് പോലീസിലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് റിയാലിറ്റിയെ പറ്റി നമുക്ക് ആർക്കും പറഞ്ഞില്ല. അങ്ങനെ സത്യത്തിൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഉണ്ടായിരുന്നല്ലോ, ഉണ്ട്. ഞാനിപ്പോ ലോങ് ലീവിലാണ്. ഓക്കെ, ബാക്ക് ടു കുട്ടൻപിള്ള. കുട്ടൻപിള്ള അല്ല, കുട്ടൻപിള്ളക്ക് മുന്നേ ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ ഓഡിഷന് പോയി തുടങ്ങിയതാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഒത്തിരി 19ഓളം സിനിമകളിൽ ഞാൻ ജൂനിയർ ആക്ടറായിട്ട് പോയിട്ടുണ്ട്. അതിനൊക്കെ ഇടയ്ക്ക് ഇപ്പോൾ കിട്ടിയതാണ്, നമുക്ക് ജീവിക്കാനൊരു ജീവനോപാധി എന്നുള്ള നിലയ്ക്ക് പോലീസിലെ ജോലി കിട്ടി. അതിനിടയ്ക്കും പിന്നെ വീണ്ടും ജൂനിയർ ആക്ടറായിട്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഞാൻ കമ്മീഷൻ ഓഫീസിൽ ട്രിവാൻഡ്രം ജോലി ചെയ്യുന്ന സമയത്ത് കുറേ സിനിമാക്കാരവിടെ വരും. ഈ ട്രിവാൻഡ്രം സിറ്റിയിൽ ഷൂട്ട് എടുക്കണമെങ്കിൽ നമ്മുടെ പെർമിഷൻ വേണം. അപ്പൊ അങ്ങനെ കുറെ പേരെ പരിചയപ്പെട്ടു. ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ ആയിരുന്നില്ല സീരിയസ്ലി. ഞാൻ പലപ്പോഴും ഞാൻ പെർമിഷൻ സെറ്റാക്കാൻ വേണ്ടി മാത്രമേ ചാൻസ് ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷെ പലരും ഇങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾക്ക് സിനിമയോട് താല്പര്യം ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. കാര്യം അവരെക്കാളും താല്പര്യം ഈ പെർമിഷൻ വാങ്ങിച്ചെടുക്കാൻ ഞാൻ കാണിച്ചപ്പോൾ അവർക്ക് അതുകൊണ്ട് അല്ല, വേറൊന്നല്ല, നമുക്ക് സിനിമ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവിടെ അങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഒരു സിനിമാക്കാർ അങ്ങനെ കഷ്ടപ്പെടരുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ നമുക്കൊരു സിനിമയോടുള്ള ഇഷ്ടം മാത്രമാണത്.
അതിനപ്പുറത്തേക്ക് അവർ തന്നെ പിന്നെ ചെറിയ ചെറിയ വേഷങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സുനിൽ ഇബ്രാഹിം സാറുണ്ട്, ഈ ചാപ്റ്റേഴ്സ് അരിവിലൊരാളൊക്കെ എടുത്തത് അദ്ദേഹമാണ്. അതേവർക്ക് ഇതുപോലൊരു ആഡ് ഷൂട്ടിൻ്റെ പെർമിഷൻ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ പുള്ളിയോട് ആദ്യം ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ ആഡൊക്കെ എടുത്ത് നടന്നാൽ മതി, ഒരു സിനിമയൊക്കെ ചെയ്യേണ്ടേ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നു. പിന്നെ പുള്ളി 2015 ഈ വൈ എന്ന് പറയുന്ന സിനിമ, ഞാൻ അതിലാണ് ആദ്യമായിട്ട് നല്ലൊരു വേഷം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എന്നോട് പറഞ്ഞൊരു കാസ്റ്റിംഗ് കോഡുണ്ട്, അപ്പോൾ അത് അയച്ചു നോക്ക്, നല്ല അത് വർക്കാവുകയാണെങ്കിൽ നമുക്കൊരു വേഷം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ആ പടത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരു വലിയ വേഷം ചെയ്യുന്നത് ഈ സുനിൽ ഇബ്രാഹിം സാറിൻ്റെ വൈ എന്ന് പറഞ്ഞ പടത്തിലാണ്. അത് കഴിഞ്ഞ് എനിക്ക് പറഞ്ഞ പോലെ ചെറിയ ചെറിയ 2 സീൻ 3 സീൻ ഡയലോഗ് ഉള്ളതും ഇല്ലാത്തതായിട്ട് പിന്നെ കിട്ടി ഈ പറഞ്ഞൊരു നമുക്കൊരു ഗ്രാജുവലി ഒരു വളർച്ച ഉണ്ടല്ലോ, ഒരു ഗ്രാഫ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടു എന്നുള്ളത് ഞാൻ അഭിമാനത്തോടെ ഞാൻ പറയുന്നതാണ്. ഞാൻ വെറുതെ ഞാനൊരു സിനിമാക്കാരനായതല്ല, ഞാൻ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ഇന്നിപ്പോൾ കളങ്കാവലിലായാലും വെട്ടിയതിരയിലായാലും എല്ലാത്തിനും ഞാൻ എത്തിയത്. അത് ഞാൻ വളരെ പ്രൗഡായിട്ട് പറയുന്നൊരു കാര്യമാണ്. ഓക്കെ, നമുക്കിപ്പം സാറിലേക്ക് വരുവാണെങ്കിൽ പൃഥ്വിരാജ് ആയിരുന്നു ആദ്യം വിനായകൻ ചേട്ടന് പകരം എന്ന് നമ്മൾ പലയിടത്തും കേട്ടു. എങ്ങനെയായിരുന്നു അപ്പം ഈ ഒരു ചേഞ്ച് വന്നത്? എങ്ങനെയായിരുന്നു? പ്രൈമറി സെറ്റിങ്ങിൽ തന്നെ ഇത് 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾക്ക് സ്പേസ് ഉള്ള ഒരു സിനിമയായിട്ടാണ് ഇത് ഡെവലപ്ഡ് ആയത്. അപ്പോൾ അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം മമ്മൂക്കയിലോട്ട് എത്തിയാൽ ഒരു പിന്നെ അദ്ദേഹത്തിനും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഒരു തോട്ട്സ് വന്നു. പിന്നെ സിനിമയുടെ പിന്നെ ടോട്ടൽ സിനിമയിൽ തന്നെ ഒരു കോൺഫിഡൻസ് വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനുള്ള ശ്രമങ്ങൾ ഞാനിപ്പോൾ പിന്നെ ചില സിനിമകളൊക്കെ വർക്ക് ചെയ്ത കോൺടാക്ട്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ശ്രമം നടത്തി. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം എത്തിപ്പെട്ടത് പൃഥ്വിരാജിലോട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹവും ഈ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ നടന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇതുപോലെ മമ്മൂക്കയിലോട്ട് ഒരു കഥാപാത്രം പോയാൽ നന്നായിരിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിനും കൂടെ ആ ഒരു സപ്പോർട്ടിലാണ് നമുക്ക് മമ്മൂക്കയിലോട്ട് കുറച്ചും കൂടെ പെട്ടെന്ന് എത്താൻ പറ്റിയതെന്ന് തോന്നുന്നു. അങ്ങനെ മമ്മൂക്കയിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ആ മമ്മൂക്കയ്ക്കും അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. പിന്നെ അത് മമ്മൂക്കയുടെ ഒരു പ്രോജക്റ്റ് എന്നുള്ള രീതിയിലാണ്, അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പോഴത്തേനും അങ്ങനെ പിന്നെ ആ പ്രോജക്റ്റ് ഷൂട്ടിംഗ് പ്രോസസ്സിലോട്ട് എത്താനായിട്ട് ഒരു സമയം എടുത്തു. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന പോലെ പിന്നെ പൃഥ്വിയുടെ അവൈലബിലിറ്റി ഒക്കെ പ്രശ്നമുണ്ടായിരുന്നു, ഡേറ്റിൻ്റെ ഇഷ്യൂ എന്നൊക്കെ വന്നപ്പോൾ അങ്ങനെ അടുത്ത ഒരു ഓപ്ഷൻസിനെ പറ്റി പല ചർച്ചകൾ നടത്തിയപ്പോൾ മമ്മൂക്കയാണ് വിനായകൻ ചേട്ടനെ സജസ്റ്റ് ചെയ്തത്. അപ്പം പിന്നെ അന്നേരം അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അതിൽ വേറൊരു ഡൈനാമിക്സ് വരും എന്ന് തോന്നി. അദ്ദേഹം മുന്നേ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളുടെ ഒരു പൊതു രീതികളിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. വിനായകൻ ചേട്ടൻ്റെ ഇപ്പം ഇന്നലത്തെ ആണെങ്കിൽ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, വിനായകൻ ചേട്ടനെ ഭയങ്കര പിടിച്ച്, അതായത് ഭയങ്കര ലൗഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഭയങ്കര പിടിച്ച് അഭിനയിപ്പിച്ചു വിനായകൻ ചേട്ടനെ. അതിന് എന്തെങ്കിലും കഷ്ടപ്പാടുണ്ടായിരുന്നോ അതിന്? ഇല്ല, അത് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയിൽ പറഞ്ഞതാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു കഥാപാത്രം കുറച്ച് ഡിഫറെന്റ് ആണെന്നും അതിന് ഡിഫറെന്റ് മാനസൻസ് ആണെന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹമായിട്ട്. അപ്പം നമ്മൾ മുന്നേ തന്നെ തീരുമാനിച്ചതാണ് ഇങ്ങനെ പിടിക്കാൻ ചെയ്യാമെന്നൊക്കെ ഉള്ള രീതിയിൽ. അങ്ങനെയാണ് മുന്നോട്ട് പോയത്. ചെയ്തു പോകുന്ന പോക്കിൽ ചില സമയത്ത് അത് ഒന്ന് മാറിപ്പോകുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് എന്നേ ഉള്ളൂ. അത് പിന്നെ അത് സിനിമയിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മൾ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കും അപ്പൊ വിനായകൻ ചേട്ടന്റെ ഇതിനകത്ത്. ആയിരിക്കും. ഒന്നും ഇങ്ങോട്ട് തീർച്ചയായിട്ടും ഈ നേരത്തെ പറഞ്ഞ തന്നെയാണ് സംഭവം. വളരെ ഒരു ലൗഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കൂടുതലും വിനായകൻ ചേട്ടന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇതിലൊരു കൃത്യമായൊരു മീറ്റർ സെറ്റ് ചെയ്ത് അതിനകത്തൂടെ തന്നെയാണ് ത്രൂ അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്നത്. ആ ഒരു വ്യത്യാസം നമുക്കറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ശ്രുചേച്ചി, ചേച്ചിക്ക് എന്തെങ്കിലും വെല്ലുവിളി നേരിട്ട് ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്? എന്തെങ്കിലുമൊക്കെ പറ. ഞാനത് പറയില്ല. പറ. വെല്ലുവിളിക്കാൻ 2 ദിവസം എടുത്തു. ചില വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഡയറക്ടറിന്റെ എക്സലൻസ് കാരണം, പേഷ്യൻസ് കാരണം, ബ്രില്യൻസ് കാരണം. ഇല്ല, അങ്ങനത്തെ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ചെറിയ സീനിന്റെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അത് ജിത്തിനെ അപ്പം തന്നെ ക്ലിയർ, ജിത്തിനും ജിഷനും ഒക്കെ ക്ലിയർ ചെയ്തു. നിങ്ങളുടെ സെറ്റിലെ എന്തെങ്കിലും ഒരു ബിഹൈൻഡ് സീൻസ് പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന എന്താ ഉള്ളത്? ഐ മീൻ നിങ്ങളുടെ സെറ്റിലുണ്ടായ എന്തെങ്കിലും രസകരമായിട്ടുള്ള എന്തെങ്കിലും അനുഭവം? രസകരമായിട്ടുള്ള അനുഭവം പറഞ്ഞ അദ്ദേഹത്തിന് വിഷമം, അതുകൊണ്ട് അല്ലേ, അതുകൊണ്ട് ഇത് പറയാൻ മുഖഭാവം മാറിയിട്ടുണ്ട്. പറഞ്ഞോ. കണ്ടോ അത് അല്ല, ഞാൻ സന്തോഷകരമായിട്ടുള്ള കാര്യം പറഞ്ഞു, സങ്കടമല്ല. അല്ല, അദ്ദേഹം MG റോഡിൽ ചെറിയൊരു ആക്സിഡന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. MG റോഡിലാ?
അത് പറ, ഞാനിങ്ങനെ കേക്കട്ടെ. സ്വിമ്മിംഗ് പൂൾ കണ്ടപ്പോ ആവേശത്തോടെ എടുത്ത് ചാടി. വെറുതെ അവിടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. അപ്പൊ ടോപ്പിലാണ്. അപ്പൊ വൈകുന്നേരം 7 മണിക്ക് ശേഷം എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി വേണ്ടതെന്ന് കരുതിയിട്ട് ഞാൻ സ്ഥിരം സ്വിമ്മിങ്ങിനായിട്ട് പോകുമായിരുന്നു. നീന്താൻ അറിയില്ല കേട്ടോ. അല്ല, എനിക്കറിയില്ല, എനിക്ക് നീന്താൻ അറിയില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ പിടിച്ച് കിടക്കുന്നേ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ റൈറ്ററിന് നന്നായിട്ട് നീന്താൻ അറിയാം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഒരു ദിവസം വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ നീന്താൻ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞെങ്കിൽ ഞാനും വരുന്ന ചേട്ടാന്ന് പറഞ്ഞ് പുള്ളി വന്നിട്ട് ഞാൻ വെള്ളത്തിൽ കിടക്കുന്ന സമയത്ത് പുള്ളി അവിടെ വന്ന് മറ്റേ സ്വിമ്മിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓടിക്കൊണ്ടു യശോദേ എടുത്തണ്ടി ചാടി വെള്ളത്തിൽ. അത് ചാടി കേട്ടോ, അത് ചിരിക്കല്ല. ഇപ്പൊ ഈ വെള്ളം ഉണ്ടല്ലോ ഈ ടോപ്പിലാ, അല്ല വെള്ളമൊക്കെ ഞാൻ കേട്ടോ. ഈ വെള്ളം തെറിച്ച് ഒരു ലോഡ് വെള്ളം നേരെ താഴെ റോഡിൽ പോയി. ഈ താഴെ കൂടെ ബൈക്കിൽ പോയ ഒരു ചേട്ടനുണ്ടല്ലോ, ഇത് ഇടിച്ച് ഇതെന്താ സംഭവം ആർക്കും കിട്ടിയില്ല. അങ്ങനെ മാനേജ്മെന്റ് ഒന്ന് കംപ്ലൈന്റ് പറഞ്ഞ് ആകെ അവിടെ നിന്നുള്ള താമസം വരെ മാറ്റിച്ചു. അതാണ് നമ്മുടെ റൈറ്റർ. പുള്ളി അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു നീന്തല്ലേ. റൈറ്ററിന്റെ പേര് ജിഷ്ണു എന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ. ജിഷ്ണു ശ്രീകുമാർ, ബാങ്ക് ഓഫ് ബറോഡ, നമ്മുടെ മറ്റേ തൃശ്ശൂർ റൗണ്ട് അല്ലേ, പാലത്തിനടുത്ത്. അതെ, അവിടുത്തെ മാനേജറാണ്. പുള്ളിയാണ് ഈ നീന്തൽ കഥയുടെ മെയിൻ ആണ്. കഥയല്ല, ഈ ഒരു ജീവിതത്തില് പുള്ളിക്കാണ് സംഭവിച്ചത്. അദ്ദേഹത്തെ കൂടെ ഇരുത്താൻ പറ്റുമെന്നൊക്കെ കുറച്ച് കഥകൾ പറയാനുണ്ട്. എന്താ പറയാ, സീരിയസ് ആയിട്ടുള്ള ഒരു മൂവിയില് നിങ്ങൾ ഭയങ്കര അടിപൊളിയായിട്ടായിരിക്കില്ലേ? അപ്പം കാരണം നിങ്ങളുടെ ഇപ്പൊ ഈ ഒരു ഇരിപ്പില് തന്നെ നമ്മൾ അത്രത്തോളം എന്താ പറയാ എന്റർടൈനിങ് ആണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നാണ്. അല്ലല്ല, എന്റർടൈനിങ് ആണ്. അപ്പൊ ആ ഒരു സെറ്റിലും ഇൻക്ലൂഡിങ് മമ്മൂക്ക എങ്ങനെയാണ് സെറ്റിലൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് എല്ലാവരുടെയും കൂടെ? സാറും കൂടെ വേണം. നമുക്ക് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയായിരുന്നു സെറ്റിൽ. നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും അതേ വളരെ ക്രിയേറ്റീവ് ഇൻപുട്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് തരികയും ഒക്കെ ചെയ്ത് പിന്നെ മാത്രമല്ല ത്രൂ ഔട്ട് അദ്ദേഹം ഈ കഥാപാത്രത്തിനോട് ഒരു കൈൻഡ് ഓഫ് എക്സൈറ്റ്മെന്റ് ക്യാരി ചെയ്താണ് പിന്നെ ത്രൂ ഔട്ട് പ്രോസസ്സിൽ പങ്കെടുത്ത് എനിക്ക് തോന്നി. എനിക്ക് ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. മമ്മൂക്കയാണല്ലോ, എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഭയങ്കര റെസ്പെക്റ്റിൽ കാണുന്ന ഒരാളാണ്. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 1-2 ദിവസം കഴിയുമ്പോൾ തന്നെ അതങ്ങ് മാറി സെറ്റായി. പിന്നെ അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിലും കഥാപാത്രത്തിൻ്റെ ഈ പറയുന്ന മനോവ്യാപാരങ്ങളിലൊക്കെ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായാൽ മതി. അദ്ദേഹത്തിന് ഉണ്ടാകുന്ന സംശയങ്ങൾ നമുക്ക് ഉത്തരം ഉണ്ടായാൽ മതി. പിന്നെ നമ്മുടെ ടോട്ടൽ മാനേജ്മെന്റ് പരിപാടിയിലും ടൈമിംഗ് ചാർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെ പിന്നെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്സ് നടത്തിക്കൊണ്ട് പോയാൽ അതേ വളരെ ഹാപ്പി ആയിരിക്കും. മമ്മൂക്ക ഈ ഒരു വേഷം ചോദിച്ചു വാങ്ങിയതാണെന്ന് നമ്മൾ അറിഞ്ഞു. സ്റ്റോറി കേട്ടപ്പോൾ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്, 2ഉം ഈക്വൽ ക്യാരക്ടേഴ്സാണ്. അതിൽ വില്ലൻ ചെയ്യണം, ഞാൻ വീണ്ടും വില്ലൻ പറയുന്നു, ഓക്കെ, ആ ഒരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത് മമ്മൂക്ക ചോദിച്ചു വാങ്ങിയതാണെന്ന് ഇന്റർവ്യൂവിൽ കേട്ടിരുന്നു. അപ്പം ഇങ്ങനെ ഒരു സ്റ്റോറി പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയപ്പോൾ ഇത് മമ്മൂക്ക ചെയ്യണമെന്ന് റൈറ്റർക്ക് അല്ലെങ്കിൽ ഡയറക്ടർ സാറിന് അത് തോന്നിയിട്ടുണ്ടായിരുന്നു? നമുക്ക് ഈ റോൾ ചെയ്താൽ നല്ലതായിരിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം പിന്നെ നമുക്ക് അറിഞ്ഞൂടാ, കുറച്ച് വർഷങ്ങൾ മുമ്പായിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു തോട്ട് പോകും, അങ്ങനെ അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പം കുറച്ച് നാളായിട്ട് നമുക്കറിയാം അദ്ദേഹം ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളോട് കുറച്ചും കൂടെ ആഭിമുഖ്യം കാണിക്കുക, അത് തപ്പിപ്പിടിച്ച് തിരഞ്ഞെടുത്ത് ചെയ്യുന്ന ഒരു ഫേസിലൂടെയാണ് പോകുന്നത്. മാത്രമല്ല പിന്നെ ഒരുപാട് സക്സസ്ഫുൾ ഫിലിം മേക്കേഴ്സ് അദ്ദേഹത്തിൻ്റെ കൊണ്ട് അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യുകയും സക്സസ്ഫുൾ ആവുകയൊക്കെ ചെയ്ത ഒരു ഹിസ്റ്ററി അടുത്തുണ്ട്. അപ്പം അങ്ങനെ ഒരു റിയാലിറ്റി സംഭവിക്കുമ്പോഴാണെന്ന് തോന്നുന്നു എഴുത്തുകാരും സംവിധായകരൊക്കെ അങ്ങനെയുള്ള ഓപ്ഷനിലോട്ട് അവരുടെ തോട്ട്സ് പോവുകയൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അത് അങ്ങനെ ഒരു സംഗതി ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ 3 പേരുടെയും ക്യാരക്ടേഴ്സിലെ കഴിഞ്ഞപ്പം ആ ഒരു ക്യാരക്ടറിൽ നിന്നും എന്തെങ്കിലും അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടോ? നമ്പാതെ അല്ലേ? അല്ല, ആരെയും അല്ലേ? എല്ലാരും ഒരുമിച്ച് ആരെയും വിശ്വസിച്ചൂടാ. എന്താണ് തിയേറ്റർ കത്തിക്കാൻ അങ്ങനെയൊന്നുമില്ല, ഞാൻ വളരെ ലളിതമായ ഒരു കാര്യം പറഞ്ഞതാണ്. ജനറൽ പ്രിൻസിപ്പിൾ ആണ്. അതിലും ബെസ്റ്റ് ആയിട്ട് ആൻസർ പറയാനില്ല. അപ്പം അതുപോലെ തന്നെ ഇതിൽ പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ഈ ഒരു സിനിമയിലാണെങ്കിലും പ്രോപ്പർട്ടീസ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ പോലും ക്യാരക്ടേഴ്സ് ആണെന്നുള്ളത്. ഇപ്പം വണ്ടികളാണെങ്കിലും മമ്മൂക്കയുടെ കയ്യിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം സിഗരറ്റ് ആൻഡ് ലൈറ്റർ ഉണ്ടാവും.
എങ്ങനെയാണ് അപ്പം എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് സർ നേരിട്ടിട്ടുണ്ട് ഈ ഒരു മൂവി ചെയ്യാൻ നേരത്ത്? ഇങ്ങനെ പ്രോപ്പർട്ടീസിന്റെ പുറത്ത് ഭയങ്കരമായ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അത് കാരണം പ്രോപ്പർലി ഡിസൈൻഡ് ആയിരുന്നു ഈ സംഗതികൾ. അത് കൃത്യമായിട്ട് നമുക്കൊരു സിസ്റ്റം ഉണ്ടായിരുന്നു ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാനും തപ്പിപ്പിടിച്ചെടുത്ത് തരാനും ഒക്കെ. ഇപ്പോൾ വണ്ടിയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ കുറേ ഡിസ്കഷൻസ് പോയി വണ്ടിക്ക് ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ വേണം എന്നൊരു ഒരു ഇതുണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് ഓപ്ഷൻസിലോട്ടൊക്കെ പോയി അങ്ങനെയാണ് ഇതിലോട്ട് ലാൻഡ് ചെയ്തതും അങ്ങനെയൊക്കെ പോയതും. അത് ക്യാരക്ടറിൻ്റെ ഒരു പാർട്ട് പോലെ വരുന്ന ഒരു സാധനമാണ്. പിന്നെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് ഈ പറഞ്ഞ സിഗരറ്റിൻ്റെ ഒരു സാധനവും ഒരു കഥാപാത്രത്തിൻ്റെ ഒരു പാർട്ടായിട്ട് മാറി. അപ്പം നമുക്ക് പിന്നെ സ്ക്രീൻ പ്ലേ തന്നെ കഥാപാത്രത്തിൻ്റെ ഒരു പാർട്ട് പോലെ സിഗരറ്റ് പുക വിടുന്നതും ഒക്കെ എലമെന്റ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ആദ്യം ഈ സംഗതികൾ വരുന്ന സമയത്താണ് സാറ് പതുക്കെ ഏതോ ഒരു മൊമെന്റ് വെച്ചിട്ടാണ് ഈ സർക്കിൾസ് റൗണ്ട് പഫ്സ് വിടാൻ ഒരു സാധനം സാറ് തന്നെ ചെയ്തു. അപ്പോൾ നമുക്ക് അറിഞ്ഞൂടെ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. ഇത് സിഗരറ്റ് സ്ഥിരമായിട്ട് വലിക്കുന്നവർക്കും എളുപ്പം ചെയ്യുന്ന സാധനം. ഇത് പ്രാക്ടീസ് ചെയ്ത് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അപ്പം അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നമ്മൾ വേറെ ഒന്ന് രണ്ടിടത്ത് ഇത് റിപ്പീറ്റ് ചെയ്ത് പിന്നെ അത് കഥാപാത്രത്തിന്റെ ഒരു പാർട്ടായിട്ട് മാറി. അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യത്തിന്റെ സൂചകമായിട്ടും ഒക്കെ മാറി. അതുകൊണ്ടാണ് നമ്മൾ അത് പിന്നെ ട്രെയിലറിലും അതുപോലെ പോസ്റ്റേഴ്സിലൊക്കെ കുറച്ചൊന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ്. ഇപ്പൊ ചേച്ചിയെ സംബന്ധിച്ച് മമ്മൂക്കയുടെ കൂടെ ആദ്യത്തെ മൂവിയാണെന്ന് തോന്നുന്നു അല്ലേ? ആദ്യത്തെ മൂവിയാണ്. ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? വെരി വെരി എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് കഥ വന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓഫ് കോഴ്സ് ഇത് കമ്മിറ്റ് ചെയ്യാൻ വൺ ഓഫ് ദ മെയിൻ റീസൺസ് മമ്മൂക്ക തന്നെയാണ്. പിന്നെ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ മമ്മൂക്ക സൂപ്പർ സ്റ്റാർ ആസ് എ ലെജൻഡറി ആക്ടർ. അപ്പോൾ അങ്ങനെ ഒരു ആക്ടർ എന്ന നിലയിൽ ഒരുപാട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. കണ്ട് ഹിസ് വർക്കിംഗ് സ്റ്റൈൽ പിൻ പോയിന്റ് ചെയ്ത് എന്ത് പഠിച്ചു എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമില്ല. ബട്ട് ജസ്റ്റ് ദ വേ ഹി ക്യാരീസ് ഹിംസെൽഫ് സെറ്റിൽ അത് ഐ തോട്ട് വാസ് ഇൻക്രെഡിബിൾ. ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരാളാണ്. നമുക്ക് ഒബ്വിയസ്ലി ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ ചോദിക്കാനായിട്ട്. പക്ഷേ ആ ഒരു എന്താ പറയുക ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് മമ്മൂക്കയുടെ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞ ആ ഒരു ട്രേറ്റ് അതായിരുന്നു എൻ്റെ ടേക്ക് അവേ ഫ്രം ദ സെറ്റ്. ഐ തിങ്ക് ഞാനിപ്പോഴും ചെറിഷ് ചെയ്യണ ഒരു കാര്യമായിരിക്കും അത്. അപ്പോഴാണ് ഐ റിയലൈസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഒരാൾക്ക് ക്യൂരിയസ് ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ളത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേറ്റ് ആണ്. നമ്മുടെ ഗ്രോത്തിന് തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേറ്റ് ആണ്. സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ ലൈഫിൽ എവിടെയാണ് നമ്മളെന്നുണ്ടെങ്കിലും ക്യൂരിയസ് ആയി ഇരുന്നാൽ ഇറ്റ് മേക്സ് ലൈഫ് എക്സൈറ്റിംഗ്, ഇറ്റ് മേക്സ് യു യങ്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളാണെങ്കിലും വീട്ടിൽ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് വീട്ടിൽ പോകേണ്ട സാഹചര്യമുണ്ട് ഈ സിനിമയുടെ വന്ന്. അപ്പോഴൊക്കെ പിന്നെ അദ്ദേഹത്തിന് വിടാനൊരു മടി പോലെ അങ്ങനെ അദ്ദേഹം സംസാരിച്ചിരിക്കാൻ ഒരുപാട് ഒരുപാട് വിഷയങ്ങളെ പറ്റി സംസാരിച്ചിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് അദ്ദേഹം കുറച്ച് ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. ചേച്ചിയിലേക്ക് വരുവാണെങ്കിലും ഇപ്പൊ സീരിയലിൽ നിന്നും സിനിമയിലേക്ക് വന്ന ഒരാളാണെന്ന് പറഞ്ഞല്ലോ. അപ്പം വീണ്ടും തിരിച്ചും ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എങ്ങനെയാണ് ഇതിലെ രണ്ടിലെയും ഒരു ആക്ടിങ്, അതായത് സീരിയലിലെ അഭിനയം വ്യത്യസ്തമാണ്, സിനിമയിലെ അഭിനയം വ്യത്യസ്തമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ചേച്ചി എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്ത് പോകുന്നത്? അങ്ങനെ ചോദിച്ചാൽ അതെപ്പോഴും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യം. എനിക്ക് അറിഞ്ഞൂടാ. അതായത് ഇപ്പം രണ്ടിലും രണ്ട് രീതിയിലാണ് ഡിമാൻഡ് ചെയ്യുന്നത്. അതിൻ്റെ മേക്കിംഗ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പം അവിടെ ആ ക്യാരക്ടറായിട്ട് നിൽക്കുമ്പോൾ അവിടെ അതിനകത്ത് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതുപോലെ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സിനിമയിൽ വരുമ്പോൾ ഒരിക്കലും നമുക്ക് ഇപ്പോൾ സീരിയലിൽ പറയുന്ന പോലെ സീരിയലിൻ്റെ ഒരു സ്റ്റൈലേ ഡിഫറെൻറ്റാണ്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിനോട് അഡാപ്റ്റഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ഇപ്പോൾ പ്രോംപ്റ്റ് ചെയ്യുന്നതും സീൻസ് എഴുതി വരുന്നതും ഒക്കെ ഡിഫറെൻ്റ്. അവിടുത്തെ ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കുറച്ചുകൂടെ ലൗഡാവും, നമ്മൾ കുറച്ചുകൂടെ മറ്റേ ആ ഒരു രീതിയിലേക്കാവും. ഇവിടെ അങ്ങനെയല്ല. നമുക്ക് കിട്ടുന്ന ക്യാരക്ടർ ആണെങ്കിലും അതിൻ്റെ മേക്കിംഗ് സ്റ്റൈലാണെങ്കിലും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും എല്ലാം ഡിഫറെൻ്റാണ്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇതിനോട് ആ രീതിയിലേക്കാവും. അപ്പോൾ ഇതുവരെ അങ്ങനെ ചെയ്തതിൽ സീരിയൽ ആക്ടിങ് വേണ്ട അങ്ങനെ എൻ്റെ അടുത്ത് ഇതുവരെ അങ്ങനെ ഡയറക്ടേഴ്സ് ഈവൻ ഫസ്റ്റ് മൂവി പോലെ എൻ്റെ അടുത്ത് ഇങ്ങനെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അപ്പം അത് ഗ്രാജുവലി എനിക്ക് തോന്നുന്ന ആ രീതിയിലേക്ക് അങ്ങനെ ആയിപ്പോകുമെന്ന് തോന്നുന്നു. നമുക്ക് വേണ്ടത് ഒരു ക്യാരക്ടറിന് വേണ്ടത് എന്താണോ ആ ക്യാരക്ടറിനെ മനസ്സിലാക്കിയാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ രീതിയിലല്ലേ നമ്മൾ ചെയ്യുള്ളൂ. അതിനകത്തൊരു കമ്പാരിസൺ പറയാൻ എനിക്ക് അറിയില്ല. ഓക്കെ, ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ കുറുപ്പ് കണ്ടു. കുറുപ്പിലൊരു നെഗറ്റീവ് ഷെയ്ഡായിരുന്നു ദുൽഖറിന്. ആ ഒരു പടം ദുൽഖറിനല്ല കുറുപ്പിന് ആ ഒരു പടം കഴിഞ്ഞപ്പോൾ ഒരു
ഒരു വലിയൊരു ഫാൻ ബേസ് ഉണ്ടായി. അതുപോലെ തന്നെ ആയിരിക്കുമോ കളങ്കാവിൽ ഒരു റിയൽ ഒരു ലൈഫ് ഇൻസിഡന്റിൽ നിന്നും ഇൻസ്പയർഡ് ആയേക്കുന്ന ഒന്നാണ് എന്നൊക്കെയുള്ള റൂമേഴ്സ് ആണോ, ശരിയാണോ അറിയില്ല. അല്ല, കുറുപ്പ് ഇപ്പൊ അത് എന്റെ അടുത്തല്ലേ ചോദിക്കുന്നത്. കുറുപ്പ് ബേസിക്കലി പിന്നെ ഞാൻ അതിന്റെ ഒരു റൈറ്ററാണ്. അൾട്ടിമേറ്റ്ലി അത് ശ്രീനാരായണൻ എന്ന് പറയുന്ന പിന്നെ അദ്ദേഹത്തിന്റെ എപ്പോഴും അങ്ങനെയാണ് സിനിമയുടെ ഒരു സംവിധായകന്റെ ഒരു 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 ഇതിലാണ് സിനിമയുടെ ഒരു സാധനം വരുന്നത്. നമ്മളതിനോട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കോൺട്രിബ്യൂഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ ആസ് എ റൈറ്റേഴ്സ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് കുറേ കൂടെ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിനെയും ഒരു പർട്ടിക്കുലർ വ്യക്തിയെയും ഫോളോ ചെയ്ത്, എന്നാൽ അതിൽ തന്നെ ഒരു ഫിക്ഷണലൈസ്ഡ് വേർഷനിലോട്ട് അങ്ങനെ പറയാൻ പോയി. ഇത് അങ്ങനെയല്ല. ഇത് അങ്ങനെ ഒരു പർട്ടിക്കുലർ പേഴ്സണെ ഫോളോ ചെയ്ത് പോകുന്ന അങ്ങനെ ഒരു ഒഫീഷ്യൽ ഒരു അങ്ങനെ ഒരു ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇത് കുറച്ചും കൂടെ ഒരു ഫിക്ഷൻ തന്നെയാണിത്. അപ്പം അങ്ങനെ ഒരു താരതമ്യത്തിന് പ്രസക്തി ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ പറയുന്ന പോലെ കഥാപാത്രത്തിന് കൊടുത്തിരിക്കുന്ന ഷെയ്ഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ആ കഥാപാത്രത്തിന് കൊടുക്കാൻ സാധ്യതയുള്ള ന്യായീകരണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും പിന്നെ അതിന് പൊളിറ്റിക്കലി പിന്നെ അവർ ഏത് സ്പെക്ട്രത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഡിഫർ ചെയ്തിരിക്കുന്ന സിനിമകളാണ്. അപ്പം അങ്ങനെ താരതമ്യത്തിന് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് പറയാനായിട്ട് പരിമിതികളുണ്ട്. ഇത് വേറൊരു കൈൻഡ് വേറൊരു രീതിയിലുള്ള സിനിമയാണ്. കുറിപ്പ് 2 ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇതേ പറഞ്ഞ പോലെ തന്നെ അത് ശ്രീനാഥേട്ടനാണ് അതിൽ തീരുമാനം എടുക്കേണ്ട ഒരാള്. പിന്നെ അതിനകത്തിപ്പം പിന്നെ ഒരു സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു ഐഡിയയിലോട്ടൊന്നും ഞാൻ അങ്ങനെ ചിന്തിച്ച് കിട്ടിയിട്ടോ ഇല്ല. പിന്നെ അത് അദ്ദേഹത്തിന്റെ ഒരു സ്വാതന്ത്ര്യമാണ്. അദ്ദേഹത്തിന് ഇപ്പം വേറെ ഏതെങ്കിലും ഒരിടത്തുനിന്ന് ഒരു സോഴ്സിൽ നിന്ന് അങ്ങനെ ഒരു എക്സൈറ്റിംഗ് ഐഡിയ കിട്ടിയാൽ ചിലപ്പം ചെയ്തേക്കാം. അദ്ദേഹത്തിനും അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതുവരെ ഒഫീഷ്യലി ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു എലമെന്റ്സ് ഒന്നും അങ്ങനെ എൻ്റെ അറിവിൽ വന്നിട്ടില്ല. ബട്ട് സാധ്യതയുണ്ട്, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റിംഗ് ആണ്. ഡിസംബർ 5 നാളെ ബുക്കിംഗ് തുടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്താണെങ്കിലും ഫസ്റ്റ് ഷോ തന്നെ കാണാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ യുവർ ടൈം.